ഈശോയുടെ അപൂർണമായ അനുഭവം നമുക്ക് നൽകുന്നതിന് വേണ്ടി പല അടയാളങ്ങളും വരദാനങ്ങളും നമുക്ക് നൽകിയിരിക്കുന്നു. നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നതിന് വേണ്ടിയാണിതെല്ലാം. വിശ്വാസം വർദ്ധിക്കുന്നതിന് വേണ്ടി ഈശോ തന്നെ പറഞ്ഞു, വിശ്വാസികൾക്ക് ഇന്നൊരു അടയാളമുണ്ടാകും. അവർ രോഗികളുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സുഖപ്പെടും. അത് രോഗികളെ സുഖപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രമല്ല. ഉദാഹരണത്തിന്, രോഗികളെ സുഖപ്പെടുത്തുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇത് ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തിയുടെ ഒരു സാക്ഷിയാക്കാൻ കൂടി വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഈശോയുടെ പരസ്യ പ്രഘോഷണ സമയത്ത് ഈശോ വചനം പ്രഘോഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ രോഗികൾ സുഖപ്പെടുന്നു. അതോടൊപ്പം ശയനമായപ്പോൾ നിരവധി രോഗികളെയും പിശാച് ബാധിതരെയും യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. അവൻ ഒരു വചനം കൊണ്ട് അവരെയെല്ലാം സുഖപ്പെടുത്തി. മറ്റൊന്ന് നമുക്ക് കാണാം, ഈശോയുടെ അടുത്തേക്ക് ആ കുഷ്ഠരോഗി വരുന്നു. ഒരുപാട് ജനങ്ങൾ നോക്കി നിൽക്കേ. ജനങ്ങൾ നോക്കി നിൽക്കേ എന്ന് പറഞ്ഞാൽ കുഷ്ഠരോഗികൾ വാസ്തവത്തിൽ അങ്ങനെ പരസ്യമായിട്ട് വരാൻ പാടില്ല. ജനങ്ങളെല്ലാം അവനിൽ നിന്ന് അകലുന്നു. പക്ഷേ യേശു കുഷ്ഠരോഗിയെ സമീപിക്കുന്നു. ഈശോ ആ കുഷ്ഠരോഗിയെ തൊടുന്നു. വചനം പറയുകയാണ്, തൽക്ഷണം അവൻ്റെ കുഷ്ഠം മാറി, അവൻ പൂർണ്ണ സൗഖ്യമായി. തൽക്ഷണ രോഗശാന്തി. തുടർന്നുള്ള അവനോട് പറഞ്ഞു, ഇത് നീ ആരോടും പറയരുത് എന്ന് പറഞ്ഞു. പക്ഷെ അവനോ ഇത് ലോകം മുഴുവൻ പോയി പ്രസംഗിച്ചു. ഇത് അവന് മറച്ചു വയ്ക്കാൻ പറ്റുമോ? ഒന്നാമത്തെ തന്നെ അവനെ കണ്ടാൽ മനസ്സിലാവേണ്ട ആളുകൾക്ക്. ഇത്രയും ദിവസവും കുഷ്ഠമായിട്ടിരുന്ന ആള് ഇതാരാ? ഇവനെ പറഞ്ഞ് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. അതൊക്കെ ആയിരിക്കാം കാര്യം. മാത്രമല്ല, എന്തൊരു വലിയ അത്ഭുതമാണത്. അപ്പോൾ ദൈവത്തിൻ്റെ പ്രകടമായ അനുഭവമാണ് അവിടെ കിട്ടുന്നത്. ഞാനൊരിക്കൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് പാറ്റ്നയിൽ ധ്യാനിപ്പിക്കുമ്പോൾ നായിക്കാമ്പറമ്പിലച്ഛനും മറ്റു വലിയ വലിയ അച്ഛന്മാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനന്ന് ഇതേമാതിരി ധ്യാനിപ്പിക്കുകയൊന്നുമില്ല. ഞാൻ ഈശോൻ്റെ അടുത്തിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുകയുള്ളായിരുന്നു. അപ്പോൾ ഒരു ഫോറിനർ സിസ്റ്റർ, യൂറോപ്പിൽ നിന്നുള്ളൊരു സിസ്റ്റർ ഇങ്ങനെ മുടന്തി വരികയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, കർത്താവേ, എന്തിനാ അവർ വരുന്നത്? എന്ത് ചെയ്യണം? അപ്പോൾ ഈശോ പറയാണ്, അവരുടെ ഒരു കാലിന് നീളം കുറവാണ്. നീ കൈവച്ച് പ്രാർത്ഥിക്കും, അപ്പോൾ കാലിന് നീളം കൂടും. ദൈവം എന്തേ കേൾക്കണേ? ഞാൻ കൈവച്ച് പ്രാർത്ഥിക്കണോ? കാലിന് നീളം കൂടുന്നോ? എനിക്കൊട്ടും വിശ്വസിക്കാൻ സാധിച്ചില്ല. എന്നാൽ ഈശോ നിർബന്ധിക്കുകയാണ്, നീ ആ സിസ്റ്ററിൻ്റെ അടുത്ത് ചെല്ല്, നീ അവരോട് പറയ്. ഞാൻ ചോദിച്ചു, സിസ്റ്ററിന് എന്താ പ്രയാസം? ഓ, ഇത് 10-40 വർഷമായിട്ട് ഇങ്ങനെ തന്നെയാണ്, അത് നീ വിഷമിക്കേണ്ട, അത് അങ്ങനെയാണ്, അതെനിക്ക് സഹിക്കാൻ തന്നേക്കണതാ. ഞാൻ പറഞ്ഞു, സിസ്റ്റർ യൂറോപ്പിൽ നിന്ന് വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഞൊണ്ടി നടക്കാനാണോ വന്നത്? എന്താ നീ ഇങ്ങനെയൊക്കെ ചോദിക്കണേ? അല്ല, കർത്താവ് പറയാണ്, സിസ്റ്റർ ഓടിച്ചാടി നടന്ന് സുവിശേഷ വേല നടത്തണം. അതിനുവേണ്ടി കർത്താവ് സിസ്റ്ററിൻ്റെ കാല് സുഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. കർത്താവ് പറയുന്ന സിസ്റ്ററിൻ്റെ ഒരു കാലിന് നീളം കുറവാണെന്നാണ്. നീളം കുറവെന്നോ? അങ്ങനെ ആരും ഇന്നവർ പറഞ്ഞിട്ടില്ലല്ലോ. എൻ്റെ ഈ മുട്ടിന് ഭയങ്കര വേദനയാണ്. ഒരുപാട് ഡോക്ടർമാരെ കാണിച്ചിട്ട് ആർക്കും അതിൻ്റെ ഒരു പൊരുൾ മനസ്സിലാവുന്നില്ല. അതാണ് ഈ മുട്ടിന് വേദനയുടെ കാരണം. ഈ കാലിന് നീളം കുറവായതുകൊണ്ടാണ്. ഇതൊരു എഞ്ചിനീയറിൻ്റെ അടിസ്ഥാനത്തിലും കൂടിയാണ് പറയണത്. ഈ തൂണിന് നീളം കുറവുള്ളത് കൊണ്ട് എല്ലാ ഭാരവും ഈ നീളം കൂടിയ തൂണുമ്പോൾ വന്നേക്കണം. ആഹാ, ഒന്നിവിടെ ഇരുന്ന് നോക്കിയെന്ന് പറഞ്ഞു.
അപ്പോൾ ഇരുന്ന് ഈ ബാക്ക് സൈഡ് ചുമരിനോട് ചേർത്ത് നിർത്തി നോക്കിയപ്പോൾ എന്താ, ഈ കാലിന് ഇത്രയും നീളം കുറവാ, 1/4 ഇഞ്ച് നീളം കുറവാ ഒരു കാല്. അപ്പം എന്താ ചെയ്യുക? അപ്പോൾ ഞാൻ പറഞ്ഞു, ഈശോ പറഞ്ഞു ഈ കാലിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ നീളം കൂടുമെന്ന്. എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല, പക്ഷേ എങ്കിലും എന്നെ കൊണ്ട് പറയിപ്പിക്കുകയാണ് കുറേ നേരമായിട്ട്. സിസ്റ്റർ ഇവിടെ വന്നപ്പോഴേ മുതൽ ഇതാ പറയണത്. അതുകൊണ്ട് എനിക്കിപ്പോൾ ഇത് പ്രാർത്ഥിക്കാതിരിക്കാനും പറ്റണില്ല. പക്ഷെ ഇപ്പം എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്. കർത്താവ് പറഞ്ഞു, നിനക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് മാറാൻ പറഞ്ഞാൽ അത് മാറും. ഞാൻ വിശ്വസിക്കുന്നു സിസ്റ്ററെ. തോമസ് പോൾ, എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. വിഷമിക്കണ്ട, ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഇത് മാറുമോ? മാറും, തീർച്ചയായിട്ടും മാറും. അപ്പോഴേക്കും വേറെ കുറച്ച് സിസ്റ്റർമാരൊക്കെ വന്നു. എന്തിനു പറയണു, ഞാൻ അങ്ങ് സ്തുതിക്കാൻ തുടങ്ങിയ ഉടനെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഒരു ചലനമുണ്ടാകുകയും അപ്പോഴേ തന്നെ സിസ്റ്ററിന്റെ മേലൊക്കെ വേദനിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ എല്ല് മസിലുകളൊക്കെ നീളാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈശോ പറഞ്ഞു, നീ ഇപ്പോൾ കൈവച്ചങ്ങ് പ്രാർത്ഥിക്കുക, ഈ രക്തധമനികളും മാംസപേശികളും അസ്ഥിയും നീളം കൂടട്ടെ എന്ന് പ്രാർത്ഥിക്കുക. കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഈ കാലിൻ്റെ എല്ല് ഇങ്ങനെ നീണ്ട് 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 വന്ന് 2 കാലും ഒരേ മാതിരിയായി. പ്രൈസ് ദി ലോർഡ്. ഇതിപ്പോൾ നമ്മൾ വിചാരിക്കും നല്ല കാര്യം സിസ്റ്ററിനായി എന്നുള്ളതാണ്. പക്ഷേ എന്ത് നല്ല കാര്യമാണ് ഇതിൽ കൂടി നടന്നത്? ഇതൊരു അടയാളമാണ്. അപ്പോൾ ഇങ്ങനെ നൊണ്ടി നടന്ന ഒരു ഫോറിൻ സിസ്റ്റർ അതിൽ നടക്കുമ്പോൾ എല്ലാവർക്കും മാറല്ലോ. അപ്പോൾ അവിടെ നിരവധി സിസ്റ്റേഴ്സും അച്ഛന്മാരും ധ്യാനം കൂടുന്നുണ്ടായിരുന്നു. ഇങ്ങനെ നൊണ്ടി നടന്ന സിസ്റ്റർ ഇങ്ങനെ നേരെ നടന്നു പോണു. ഇത് നമ്മുടെ സിസ്റ്റർ ഞൊണ്ടി നടന്നിരുന്ന യോഹന്ന സിസ്റ്റർ ഇപ്പൊ എങ്ങനെ നേരെ നടക്കണേ? ആളുകളൊക്കെ ചുറ്റും കൂടി, ഇത് യോഹന്ന സിസ്റ്റർ അല്ലേ? എന്നെ ഈശോ സുഖപ്പെടുത്തി, എന്റെ ഞൊണ്ട് മാറി, എന്റെ കാലിന് നീളം കൂട്ടി. വലിയ ന്യൂസായി. പിന്നെ സിസ്റ്റർമാരവിടെ ക്യൂ നിൽക്കാൻ തുടങ്ങി. ഓരോരുത്തർക്ക് ഒരു കൈ വേദന എടുക്കണോ, കൈ പിരിഞ്ഞിരിക്കണോ, മൂക്കിൽ ദശ വളരണോ. പക്ഷേ ഞാൻ പ്രാർത്ഥിക്കപ്പോൾ പടപടേന്നെല്ലാം ഇങ്ങനെ സൗഖ്യമുണ്ടാകാൻ തുടങ്ങി. അതാണ് അടയാളം എന്ന് പറയുന്നത്. അപ്പൊ ഈ അടയാളത്തിലൂടെ എനിക്ക് കിട്ടിയ ഭയങ്കര കോൺഫിഡൻസ് എന്താ? കർത്താവ് എൻ്റെ കൂടെ ഉണ്ട് എന്നും കർത്താവിൻ്റെ അത്ഭുതകരമായ ശക്തി നമ്മൾ ഓരോരുത്തരിലും ഒഴുകുമെന്നും ഓരോ വിശ്വാസിക്കിലും ഈ ശക്തി പ്രവർത്തിക്കുന്നുണ്ട്. ഓരോ വിശ്വാസിക്കും ഈ വരമുണ്ട്, ഈ രോഗികളെ സൗഖ്യപ്പെടുത്താനുള്ള വരം. അങ്ങനെ അത്ഭുതകരമായ രോഗശാന്തികൾ ഉണ്ടാകുമ്പോൾ തൽക്ഷണം നമ്മളത് കാണുമ്പോഴാണ് നമ്മുടെ രോഗസൗഖ്യത്തെക്കാൾ ഉപരി നമ്മുടെ വിശ്വാസം വർദ്ധിക്കാൻ പോവുകയാണ്. കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയപ്പോൾ തൽക്ഷണം സുഖപ്പെട്ടു. ഒരു രക്തസ്രാവക്കാരി 12 വർഷമായിട്ട് നിരവധി ഡോക്ടർമാരുടെ അടുത്ത് പോയിട്ടും രോഗം മാറുന്നില്ല. അവള് വിശ്വസിച്ചു. എന്താ അവൾ വിശ്വസിച്ചത്? യേശുവിനെ ഒന്ന് തൊട്ടാലും എന്നുള്ള ആ പാട്ടറിയാമോ? ഒന്ന് തൊട്ടാലും. ഇപ്പൊ വേണ്ട, ഇച്ചിരി കഴിയട്ടെ. അവള് നോക്കിയപ്പോ രക്തസ്രാവമുള്ള ആൾക്കാർ പുരുഷന്മാരെ തൊടാനും നിയമമില്ല. എന്ത് ചെയ്യും? വേണ്ട, ആ വസ്ത്രത്തിലെങ്കിലും ഒന്ന് തൊട്ടാൽ മതി. ഉണ്ടോ? യേശുവും വലിയ ജനാവലി അവന്റെ കൂടെ ഉണ്ടായിരുന്നു. ഇവൾ അതിൻ്റെ ഇടയിൽ കൂടി എല്ലാം കടന്നു ചെന്ന് യേശുവിനെ ഒന്ന് തൊട്ടു. ഉടനെ യേശു തിരിഞ്ഞുകൊണ്ട്, ആരാണ് എന്നെ തൊട്ടത്? അപ്പോസ്തലന്മാരൊക്കെ പിടിച്ച്, എന്താ കർത്താവേ, ഇത്രയും വലിയൊരു ജനാവലി, ജനത്തിരക്കില്ല ഇടയിൽ ആരാ തൊട്ടതെന്ന് പറഞ്ഞ എന്താ? ഇല്ല, എന്നിൽ നിന്നും ശക്തി നിർഗളിച്ചിരിക്കുന്നു. എൻ്റെ നിന്നും ശക്തി ആരോ വലിച്ചെടുത്തു. ആരാണത്? അപ്പൊ ഇവൾ ആരും അറിയാണ്ടൊന്ന് തൊടാനിരുന്നതാണ്. ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും?
ഇവൾ പതുക്കനെ വന്ന് പറഞ്ഞു, കർത്താവേ അത് ഞാനാണ്, ഒന്ന് വസ്ത്രത്തിൽ തൊട്ടുള്ളൂ, വസ്ത്രത്തിൽ തൊട്ടാലെങ്കിലും എൻ്റെ രോഗം മാറുമെന്ന് ഞാൻ വിശ്വസിച്ചു. ഇതാ എൻ്റെ രോഗം മാറിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈശോ പറഞ്ഞു, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു. അപ്പൊ ഓരോ സംഭവവും നടക്കുന്നത് ആ വിശ്വാസത്തെ വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. അന്ന് അവളത് പറഞ്ഞത് കൊണ്ട് 2000 വർഷമായിട്ടും ഈ രക്തസ്രാവക്കാരി എന്തോരം ആളുകളുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഓരോരുത്തരിലും ഇന്ന് ശരീരത്തിൽ പ്രകടമായ വേദന ഉള്ളവർ, ഇപ്പോൾ നമ്മൾ ഈ ആരാധന സമയത്ത് നിങ്ങൾക്ക് മുന്നോട്ട് വരുമ്പോൾ ബഹുമാനപ്പെട്ട അച്ഛനും ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പ്രകടമായി ആ രോഗം ഇപ്പോൾ തന്നെ നിങ്ങളുടെ കൺമുമ്പിൽ വെച്ച് മാറുന്നത് കാണാം. നിങ്ങളിത് വിശ്വസിക്കുന്നുവോ? അങ്ങനെയാണ് ഇത് നമ്മൾ നടക്കാൻ പോകും. അപ്പോൾ നമ്മുടെ വിശ്വാസം ഇപ്പൊ തന്നെ പലർക്കും ആകാംക്ഷയായി തുടങ്ങിയില്ലേ? ഈ ആകാംക്ഷയാണ് നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നത്. അപ്പോൾ വിശ്വാസ വളർച്ചാ ധ്യാനം കൂടുന്നവർക്ക് ഇത് ഒരു വർക്ക്ഷോപ്പ് മാതിരിയാണ്, ഇതൊരു പഠനമാണ്. നമ്മുടെ വിശ്വാസം വർദ്ധിക്കും. അതിനിടയ്ക്ക് നിങ്ങളിൽ പലർക്കെങ്കിലും രോഗം ഉണ്ടെങ്കിൽ നമ്മൾക്ക് സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. വരുവിൻ, നമുക്കിപ്പോൾ മുട്ടുകുത്തി കർത്താവിന് നമ്മുടെ മധ്യത്തിലേക്ക് എഴുന്നള്ളി വരുന്നതിന് ക്ഷണിക്കാം. ഈശോയെ നമുക്ക് ആരാധിക്കാം. ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോ വ്യക്തിയാണ്, ത്രിത്വത്തിലെ രണ്ടാമത്തെ ആൾ. പക്ഷെ രണ്ടാമത്തെ ആൾ ഒരിക്കലും ഒറ്റയ്ക്കല്ലല്ലോ. പിതാവും പരിശുദ്ധാത്മാവും ഈശോയുടെ കൂടെയുണ്ട്. അങ്ങനെ ആ ദിവ്യകാരുണ്യ ഈശോ എളിമയുടെ ഏറ്റവും വലിയ ചിഹ്നമായിട്ടും അടയാളമായിട്ടും ശക്തിയായിട്ടും ഒരപ്പക്കഷ്ണത്തിലേക്ക് മുഴുവനും
ആ ദൈവത്വം മുഴുവനും നിറഞ്ഞുകൊണ്ട് നമ്മുടെ മധ്യത്തിൽ വന്നിരിക്കുകയാണ്. അതോടൊപ്പം നമ്മളിലും വസിച്ചുകൊണ്ടുണ്ട് ഈശോ. ഈശോ ആഗ്രഹിക്കുന്നത്, ഈശോ ആൽഫായും ഒമേഗായുമാണ്. മുൻകാലങ്ങളിൽ നടന്ന പോലെ തന്നെ എക്കാലവും നടക്കണം. അന്ന് പലസ്തീനായിലെ തെരുവുകളിൽ നടന്നപ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തിയ ഈശോ അന്ത്യത്താഴം കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇനി ഞാൻ പോവുകയാണ്. ഇനി ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം ആര് ചെയ്യും? നിങ്ങൾ ചെയ്യും. എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം ചെയ്യും. എന്തിനാണ്? അങ്ങനെയാണ് എൻ്റെ രാജ്യം ഇവിടെ പടരുക. നമുക്കറിയാം, ഈ കഴിഞ്ഞ 40-45 വർഷമായിട്ടാണ് ഈ നവീകരണ പ്രസ്ഥാനവുമെല്ലാം ഇതുപോലെ വന്നത്. അതിനു മുമ്പ് ഇതുപോലെ രോഗശാന്തിയോ ഇങ്ങനെയുള്ളത് വല്ലതും നമ്മൾ കണ്ടിട്ടുണ്ടോ? പക്ഷെ ഇന്ന് ഇത് അത്ര പോപ്പുലറായിട്ട്, അത്രയ്ക്ക് സുലഭമായിട്ട് ഇഷ്ടം പോലെ അത്ഭുതകരങ്ങൾ നടക്കുകയാണ്. അങ്ങനെ അനേകരുടെ വിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അനേകർ, പ്രത്യേകിച്ച് യേശുവിനെ അറിയാത്തവർ യേശുവിനെ അറിയാനിടയായിരിക്കുന്നു. ഞാൻ പറഞ്ഞു, യേശു കുരിശിൽ കിടന്ന് മരിക്കുമ്പോൾ ഒറ്റ ക്രിസ്ത്യാനി ഉണ്ടായിരുന്നില്ല. യേശു ക്രിസ്ത്യാനികൾക്ക് വേണ്ടി അല്ല കുരിശിൽ മരിച്ചത്, മറിച്ച് മനുഷ്യവർഗത്തിന്, മനുഷ്യവംശത്തിന് വേണ്ടിയാണ് ഈശോ മരിച്ചത്. മനുഷ്യവംശത്തിന്റെ മുഴുവനും നവീകരണത്തിന് വേണ്ടിയാണ് ഈശോ കുരിശിൽ ബലിയർപ്പിച്ചത്. ഇത് ക്രിസ്ത്യാനികളായ നമ്മൾ വിശ്വസിക്കണം. യേശുക്രിസ്തു ക്രിസ്ത്യാനികളുടെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല. അങ്ങനെയുള്ള വിശ്വാസത്തിലൂടെയാണ് മറ്റുള്ളവരിലേക്ക് അത് പകരുന്നത്. എല്ലാവർക്കും യേശുവിൻ്റെ അനുഗ്രഹം കിട്ടാം. ഇവിടെ തന്നെ മാമോദീസ മുങ്ങാത്ത നിരവധി പലരുമുണ്ട് ഇവിടെ. പക്ഷെ അവർക്കെല്ലാം ഈശോയുടെ അനുഭവം ഉണ്ടാവും. ആ ഒന്ന് തൊട്ടാലും എന്നുള്ള ഗാനം നമുക്കൊന്ന് പാടി പ്രാർത്ഥിക്കാം. നമുക്ക് ഈശോയുടെ ആ പീഡാനുഭവത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കാം. ഈശോ കാലിത്തൊഴുത്തിൽ ജനിച്ചു, നമ്മളോടൊപ്പം നമ്മളെപ്പോലെയുള്ള ഒരുവനായി വളർന്നു. എന്നാൽ അതെല്ലാം എന്തിനു വേണ്ടിയായിരുന്നു? പീഡാനുഭവത്തിന് വേണ്ടി. നമ്മുടെ പാപങ്ങൾ യേശു ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം അർപ്പിച്ച് ബലി അർപ്പണം നടത്തി ആ ബലി വസ്തുവായി മാറിക്കൊണ്ട് യേശു നമ്മുടെ വിശുദ്ധീകരിക്കുന്നതിനും നീതീകരിക്കുന്നതിനും വേണ്ടതെല്ലാം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒന്നും ചെയ്യേണ്ടതില്ല. ഇനി നമ്മളാണ് ചെയ്യേണ്ടത്. നമ്മൾ എന്ത് ചെയ്യണം? അത് വിശ്വസിച്ചാൽ മാത്രം മതി. യേശു ചെയ്തു കഴിഞ്ഞ ആ പരിഹാര ബലിയുടെ യോഗ്യതയിലൂടെ നൽകുന്ന അനുഗ്രഹങ്ങളെ ഏറ്റുവാങ്ങിയാൽ മതി. അത്രയും ചെയ്താൽ മതി. വിശ്വസിക്കുക. നമുക്ക് കൈകൾ കുരിശിൽ തറച്ചിരിക്കുന്നത് പോലെ ഒന്ന് വിരിച്ചു പിടിച്ചുകൊണ്ട് ഈശോ കുരിശിൽ അനുഭവിച്ച വേദനയുടെ ഒരു ചെറിയ അനുഭവം ഉണ്ടാകാൻ പറ്റുമെന്ന് നോക്കുക. ഈശോ മണിക്കൂറുകളോളം കുരിശിൽ കിടന്നു, കരഞ്ഞു പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിച്ച ഈശോ തന്നെ പ്രാർത്ഥിക്കുന്ന സമയത്ത് അറിയാം, 3-ാം ദിവസം ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. ആ വിശ്വാസത്തോടെയാണ് ഈശോ പ്രാർത്ഥിച്ചത്. ഓ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും എല്ലാം ഞങ്ങൾ ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. നമുക്കൊന്ന് സമർപ്പിക്കാം. ഈശോയെ സ്തോത്രം, ഈശോയെ നന്ദി,
എല്ലാ വേദനകളും ഇപ്പൊ നിങ്ങൾക്ക് കരഞ്ഞ് പ്രാർത്ഥിക്കാം. എല്ലാ വേദനകളും രോഗങ്ങളും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. എല്ലാ വേദനകളും രോഗങ്ങളും ഈശോയ്ക്ക് കൊടുത്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവിൻ്റെ പിന്നാലെ ഞാൻ കൈവിരിച്ചു പിടിച്ചുകൊണ്ട് തന്നെ യേശുവിനോടൊപ്പം പിന്നാലെ ഞാൻ ആത്മാവിൽ തീരുമാനം ചെയ്തു മേലേക്കിൽ പൂർണ്ണമായി ഈശോയെ സമർപ്പിച്ചുകൊണ്ട് ഈശോയുടെ കുരിശിനോടൊപ്പം നമ്മുടെ എല്ലാ പാപങ്ങളും വേദനകളും സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും സമർപ്പിച്ചുകൊണ്ട് തീരുമാനം ചെയ്തുമേ യേശു ലാസറിന്റെ ഭവനത്തിൽ ചെന്നപ്പോൾ ലാസറിന്റെ സഹോദരിമാർ ഭയാനകമായ ദുഃഖത്തിലായിരുന്നു. യേശു ഇത്രയും സ്നേഹിച്ച ലാസർ എങ്ങനെ ഇതുപോലെ മരിച്ചു? എന്തുകൊണ്ട് ഈശോ തിരിഞ്ഞു നോക്കിയില്ല? ഞങ്ങൾ സന്ദേശം അയച്ചിട്ട് യേശു വന്നില്ല, ഞങ്ങൾ എന്തോരം പ്രാർത്ഥിച്ചിട്ട് യേശു ഒന്നും ചെയ്തില്ല. ഇതായിരിക്കാം നമ്മുടെ ജീവിതത്തിലും അവസ്ഥ. പക്ഷേ യേശുവിന് അറിയാമായിരുന്നു. യേശു മുൻപേ പറഞ്ഞു, ഈ രോഗം മരണത്തിൽ കലാശിക്കാനുള്ളതല്ല. അതേ സ്നേഹമുള്ളവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതം മരണത്തിൽ കലാശിക്കുന്നതല്ല, മരണത്തിൽ അവസാനിക്കുന്നതല്ല. ഈശോ പറഞ്ഞു, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞപ്പോൾ മാർത്ത പറഞ്ഞു, അത് ഞങ്ങൾക്കറിയാം, അന്ത്യദിവസത്തിൽ ഉയർത്തെഴുന്നേൽക്കും. പക്ഷെ ഈശോ പറഞ്ഞു, അന്ത്യദിനത്തിൽ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ആ ഞാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഞാനാകുന്നു ജീവനും പുനരുത്ഥാനവും. പ്രസന്റ് ടെൻസ്, വർത്തമാനകാലത്തിൽ പറയുകയാണ്. ജീവനും പുനരുത്ഥാനവും ഞാൻ ആകുന്നു. അന്ത്യദിനത്തിൽ ഉയർപ്പിക്കുന്ന ആ ഞാൻ തന്നെയാണ് ഇവിടെ. ഓ ഈശോയെ, ഞാൻ വിശ്വസിക്കുന്നു, ഈശോയെ ഞാൻ വിശ്വസിക്കുന്നു. കണ്ടോ, അവളുടെ വിശ്വാസം വർദ്ധിച്ചു. വരുവിൻ, എവിടെയാ അവനെ അടക്കിയിരിക്കുന്നത്? എല്ലാവരും കൂടി അങ്ങോട്ട് നീങ്ങി. പക്ഷെ അവൾ അപ്പോഴും പ്രതീക്ഷിച്ചില്ല
ഈ വിശ്വാസ പ്രഖ്യാപനം നടത്തിയെങ്കിലും ഈശോ പറഞ്ഞു, ആ കല്ലുരുട്ടി മാറ്റും. അയ്യോ കർത്താവേ, ഇപ്പോ ദുർഗന്ധം വമിക്കുന്നുണ്ടാകും, ചീഞ്ഞു നാറുന്നുണ്ടാകും. മാർത്ത, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, നീ വിശ്വസിക്കുമെങ്കിൽ ദൈവമഹത്വം കാണുമെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഓ കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ മാർത്ത പെണ്ണിന്റെ വിശ്വാസമാണ്, അവളുടെ ഒരുവളുടെ വിശ്വാസത്തിലൂടെ ഇതാ ദൈവത്തിന്റെ അത്ഭുതകരമായ ശക്തി ലാസറിന്റെ ചീഞ്ഞഴിഞ്ഞ കുഴിവാളത്തിൽ, ലാസറിന്റെ ചീഞ്ഞഴിഞ്ഞ ശരീരത്തിലേക്ക് പ്രവഹിക്കുന്നു. ഇതാ ലാസറിന്റെ ശരീരം പുതിയതായി മാറുന്നു. ലാസറിന്റെ ആത്മാവ് തിരിച്ചു വരുന്നു. തിരിച്ചു വന്ന ലാസറിന്റെ ആത്മാവ് ലാസറിന്റെ ശരീരത്തിൽ കയറുന്നു. ലാസർ ഇതാ ഒരു പുതിയ സൃഷ്ടിയായി ഉയർത്തെഴുന്നേൽക്കുന്നു. ഈശോ പറഞ്ഞു, ലാസറേ പുറത്തു വരിക. പ്രൈസ് ദി ലോർഡ്. നമുക്ക് സ്തുതിക്കാം. ദൈവമേ, ഞങ്ങൾ സ്തുതിക്കുന്നു. ആ കർത്താവ് തന്നെയാണ് ഇവിടെ, ആ ഈശോയാണ് ഇവിടെ. ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു യേശുവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങൾ വിശ്വസിക്കുന്നു. വിശ്വസിക്കുമെങ്കിൽ നിങ്ങൾ ദൈവമഹത്വം കാണും. വിശ്വസിക്കുക. ഈ യേശു അന്ത്യദിനത്തിൽ ഉത്ഥാനം നൽകുന്ന യേശു തന്നെയാണെന്നും, ലാസറിനെ ഉയർപ്പിച്ച യേശു, സ്വയം ഉയർത്തെഴുന്നേറ്റ യേശുവാണെന്നും വിശ്വസിക്കുമ്പോൾ ആ ഉത്ഥാനത്തിന്റെ ശക്തിയാണ് ഇന്ന് നമുക്ക് സൗഖ്യം തരാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ നിങ്ങളിൽ ആർക്കെങ്കിലും ശരീരത്തിൽ പ്രകടമായ വേദന, ഇപ്പോ വേദനയുള്ള ഒന്നോ രണ്ടോ പേർ മുന്നോട്ട് വരിക. ശരീരത്തിൽ വേദന ഉള്ളവർ വരിക. ഓക്കെ, അച്ഛൻ നമുക്ക് പ്രാർത്ഥിക്കാം. ബഹുമാനപ്പെട്ട പുതുകുഴി അച്ഛനും ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒരാൾ മുന്നോട്ട് വരിക. ഇവിടെ വരിക. ഇവിടെ മുട്ടൂത്താം. ആ, എവിടെയാ വേദന? തൊണ്ടയിൽ ഇപ്പൊ വേദന ഉണ്ട്. ഇപ്പൊ ഉണ്ട് ഇല്ലേ? നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഇപ്പോ കർത്താവ് ഈ വേദന മാറ്റുമെന്ന് വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നു. എന്താ പേര്? യേശുദാസ്. കണ്ടോ, യേശുദാസ്. ദൈവമേ, ഞങ്ങൾ പ്രാർത്ഥിക്കാം. നിങ്ങൾ വിശ്വസിക്കുന്നുവോ? എത്ര പേർ വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്നവർ കരമുയർത്തുക. നിങ്ങളുടെ വിശ്വാസത്തിലൂടെ പ്രാർത്ഥിക്കുക. ഇപ്പോൾ യേശുദാസന്റെ തൊണ്ടയിലുള്ള ഈ വേദന തൽക്ഷണം കർത്താവ് എടുത്ത് മാറ്റാൻ പോവുകയാണ്. ആ തളർവാദ രോഗിയുടെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ തൽക്ഷണം സൗഖ്യമായി. കുഷ്ഠരോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ തൽക്ഷണം സൗഖ്യമായി. രക്തസ്രാവക്കേണ്ടി അവൾ യേശുവിനെ തൊട്ടപ്പോൾ തൽക്ഷണം സൗഖ്യമായി. യേശുവിന്റെ നാമത്തിൽ, in the name of Jesus, all blood vessels, tissues, bones and muscles come back to normal healthy condition. യേശുവിന്റെ നാമത്തിൽ രക്തധമനികൾ, മാംസപേശികളെല്ലാം പൂർണ്ണ സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ രക്തധമനികൾ, മാംസപേശികൾ പൂർണ്ണ സൗഖ്യമാകട്ടെ. In the name of Jesus. In the name of Jesus. In the name of Jesus, all blood vessels, tissues, bones and muscles come back to normal healthy condition and be healed. യേശുവിന്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യം ഉണ്ടാകും. ഈ മകനിലേക്ക് അങ്ങയുടെ പ്രസാദപരം ഒഴുക്കുകയും ഇത് അനേകരുടെ വിശ്വാസത്തിന് കാരണമാകട്ടെ. ഈ സൗഖ്യം അനേകരുടെ വിശ്വാസത്തിന് കാരണമാകട്ടെ. ഇപ്പോൾ അങ്ങ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശ്വാസികൾക്ക് അടയാളമുണ്ടാകും. അവർ രോഗികളുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾക്ക് യേശുവിന്റെ നാമത്തിൽ I command all evil afflictions, all demonic influences causing any pain disappear now. Thank you, Jesus. Thank you, Lord. ഞാൻ വിശ്വസിക്കുന്നു ഈശോയെ.
താങ്ക് യു യേശുവേ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി. പ്രൈസ് ദി ലോർഡ്. എന്നിട്ടോ നോക്കി, ഇപ്പൊ എങ്ങനെയുണ്ട് വേദന? മാറ്റമുണ്ട്. ഒന്ന് ചുമച്ചൊക്കെ നോക്കി. മാറിയില്ലേ? കൈ അടിച്ച് കർത്താവിന് നന്ദി പറയാം. ഒന്ന് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു വെച്ചാല്. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. എവിടെ വേദന? നടുവേദന. എത്ര നാളായി നടുവേദന? വർഷങ്ങളായിട്ട്. എന്താ പേര്? ഉഷ. മാമോദിസ സ്വീകരിച്ചോ? ഇല്ല. ഈശോ സൗഖ്യപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നുവോ? ഈശോ ക്രിസ്ത്യാനികളുടെ അല്ലേ? ഈശോ ആരുടെയാ? എല്ലാ മനുഷ്യരുടെയും. ഈശോ കുരിശ് മരിച്ചപ്പോ എല്ലാ ക്രിസ്ത്യാനികളും ഉണ്ടായിരുന്നോ? ഇല്ല. ഈശോ എല്ലാവർക്കും വേണ്ടിയാണോ മരിച്ചത്? ഈശോ നിങ്ങളെ ഇപ്പോ സൗഖ്യപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നുവോ? കണ്ടോ? നിന്നാ മതി ഇല്ലേ? എന്നാ പറയും വായ. ഇപ്പൊ വത്സ എവിടെ? വത്സ, കർത്താവേ സ്തോത്രം, യേശുവേ നന്ദി. നമുക്ക് നിങ്ങൾ വിശ്വസിക്കുന്നു ഇപ്പോ ഈ ഉഷയുടെ നടുവേദന, വർഷങ്ങളായിട്ടുള്ള നടുവേദന ഇപ്പൊ സൗഖ്യപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നുവോ? ഒന്ന് നടുവിന് കൈവച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവിന്റെ നാമത്തിൽ, in the name of Jesus, all blood vessels, tissues, bones and muscles come back to normal healthy condition. യേശുവിന്റെ നാമത്തിൽ വർഷങ്ങളായിട്ടുള്ള ഈ നടുവേദന സൗഖ്യപ്പെടും. യേശുവിന്റെ നാമത്തിൽ വർഷങ്ങളായിട്ടുള്ള ഈ നടുവേദന ഇപ്പോ സൗഖ്യപ്പെടുത്തണേ ഈശോയെ. In the name of Jesus, blood vessels, tissues, bones and muscles come back to normal healthy condition. In the name of Jesus, all blood vessels, tissues, bones and muscles. യേശുവിന്റെ നാമത്തിൽ നട്ടെല്ലിന്റെ വേദന സൗഖ്യപ്പെടുന്നു. യേശുവിന്റെ നാമത്തിൽ ഈ നടുവേദന സൗഖ്യപ്പെടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. യേശുവേ, വിശ്വസിക്കുമെങ്കിൽ ഞങ്ങൾ ദൈവമഹത്വം കാണും. ദൈവമേ, ഈ മകളെ അങ്ങയുടെ സാക്ഷിയാക്കി മാറ്റണം ഈശോയെ. In the name of Jesus. യേശുവിന്റെ ശക്തി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. യേശുവിന്റെ ശക്തി ഇവളെ സ്പർശിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശുവിന്റെ ശക്തി ഇതാ അവളെ സ്പർശിച്ചുകൊണ്ടിരിക്കുന്നു. യേശുവിന്റെ ശക്തി, സൗഖ്യദായക ശക്തി, കുഷ്ഠരോഗിയെ സുഖപ്പെടുത്ത ശക്തി, ലാസറിനെ ഉയർപ്പിച്ച ശക്തി ഇതാ ഇപ്പോൾ ഇവിടെ തൽക്ഷണം സൗഖ്യപ്പെടും. നന്ദി ഈശോയെ. അങ്ങ് സൗഖ്യപ്പെടുത്തുന്നതിനോർത്ത് നന്ദി പറയണം. അങ്ങ് സൗഖ്യപ്പെടുത്തുന്നതിനോർത്ത് നന്ദി പറയണം ഈശോയെ. പ്രൈസ് ദി ലോർഡ്. ഒന്ന് കുനിഞ്ഞു നോക്കിയേ. പ്രൈസ് ദി ലോർഡ്. നിർത്തി നോക്കി പഴയ എങ്ങനെയുണ്ട് ഇപ്പൊ? നല്ല സൗഖ്യം കിട്ടി, പൂർണ്ണ സൗഖ്യം കിട്ടി. എന്റെ വേദന എത്ര നാളായി ഈ വേദന? 10-25 വർഷമായിട്ടുള്ള നടുവേദന ഇതാ കർത്താവ് തൽക്ഷണം സൗഖ്യപ്പെടുത്തുന്നു. ഇതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ശക്തി. ഇതാണ് കർത്താവിന്റെ കൃപയുടെ ഒഴുക്ക്. എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് ശരീരത്തിൽ എന്താ അനുഭവപ്പെട്ടത്? ഒരു എന്താ പറയാ, ചൂട് ഇങ്ങനെ വന്ന് എന്റെ തണ്ടലിൽ കൂടെ ഇങ്ങനെ പ്രവേശിച്ച് ഭയങ്കരമായ ഒരു കാറ്റ് വീശുന്ന പോലെയൊക്കെ എനിക്ക് തോന്നി. പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടി നമുക്ക് സ്വതന്ത്രമായി ഇന്ന് സ്തുതിച്ചുകൊണ്ട് കർത്താവേ നന്ദി, ഇന്ന് കരമുയർത്തി സ്തുതിക്കുക. ഇങ്ങോട്ട് തിരിഞ്ഞു യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ യേശുവേ നന്ദി, യേശുവേ ഞങ്ങൾ വിശ്വസിക്കുന്നു.
ഇപ്പോൾ ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത്, ഈ സൗഖ്യം ഇവിടെ നടക്കുന്ന സമയത്ത് ഇവിടെ സമൂഹത്തിൽ ആർക്കോ സൗഖ്യം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ വേദന ഉണ്ടായിരുന്നവരൊന്ന് എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് നോക്കി. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ട് സമൂഹത്തിൽ ആർക്കോ നേരത്തെ ശരീരത്തിൽ വേദന ഉണ്ടായിരുന്നു, ഇപ്പോൾ ആ വേദന ഉണ്ടായിരുന്ന ഭാഗം തുണ്ടോ എന്ന് നോക്കിയൊന്ന്. ഇപ്പോൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നിടയിൽ വേദന മാറിയ അനുഭവമുള്ളവരാരാ? ആരാ? ആ, ഇതാ. എന്താ പേര്? ഒന്ന് വരാമോ? പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ സൗഖ്യം കിട്ടിയത്, ഇപ്പൊ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താ പേര്? റാഫേൽ. റാഫേൽ, ആ പറഞ്ഞു. പ്രാർത്ഥിച്ചോടെ എൻ്റെ കയ്യിൽ ഞാൻ വീണിട്ട് വേദനയിട്ടില്ലായിരുന്നു. ഞാൻ കുരിശി രോഗത്തിൽ പഠിക്കാൻ കുറച്ചു നേരം പഠിക്കുമ്പോഴേക്കും എനിക്ക് വേദന കിട്ടുന്നു. ഇപ്പോഴേക്ക് ശരിയായിട്ട് പഠിക്കാൻ സാധിക്കുന്നു. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ഇനി നിങ്ങളെല്ലാം ഇവിടെ നിൽക്ക്. സഹോദരി ഇവിടെ നിൽക്ക്. ഞങ്ങൾ ഇവിടെ നിന്ന് ബാക്കിയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇവിടെ വരാൻ പറ്റാതെ ഇരിക്കുന്ന രോഗികളുണ്ട്, അവർക്ക് വേണ്ടി നമ്മൾ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കും. യെസ്, വയോ ഈ ചേട്ടന്മാർ. എന്താ പേര്? ജോസഫിന് എവിടെയാ വേദന? പെടലി എന്ന് പറഞ്ഞാൽ ഇവിടെ വേദന. ആ, പിന്നെ എവിടെയൊക്കെ? കാലിന് മുട്ടിന് വേദന, നടുവിന് വേദന. പെടലി, നടു, മുട്ട്. ഓക്കെ. ഇപ്പോ കർത്താവ് ഇപ്പോ തൽക്ഷണം സൗഖ്യപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതാണ് അവിടുന്ന് എനിക്ക് ഇവിടെ വരുന്നപ്പോഴേക്കും കുറച്ച് വ്യത്യാസം ഉണ്ടായോ? വ്യത്യാസം ഉണ്ടായില്ലേ എന്ന് പറഞ്ഞ് വ്യത്യാസം ഉണ്ടായില്ലേ? ഇതാണ് ഈ ഹീലിങ്ങിന്റെ പ്രത്യേകത. വേറെ ചിലർക്ക് വേദനയുണ്ട്, പക്ഷേ നമുക്ക് എണിറ്റ് വരാനുള്ളൊരു പേടി, എങ്ങാനും ആയില്ലെങ്കിലോ. അതാണ് നമ്മളുടെ നാളെ മറ്റന്നാളൊക്കെ ആകുമ്പോഴേക്കും എല്ലാവരും വരാൻ പറ്റും. അപ്പൊ നമ്മുടെ വിശ്വാസത്തിന്റെ ആദ്യത്തെ അടയാളമാണ് ഇദ്ദേഹം അവിടെ നിന്ന് എണീറ്റത്. ഞാൻ ഈശ്വരൻ്റെ അടുത്തേക്ക് പോകും. ഫസ്റ്റ് സ്റ്റെപ്പ്, മനസ്സിലായോ? അപ്പൊ തന്നെ സൗഖ്യം ആരംഭിച്ചു കഴിഞ്ഞു. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു